നമ്മൾ കണ്ടുമുട്ടിയതൊക്കെ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലായിരുന്നു. പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ഐ ആം വിൻസെന്റ് ഗോമസ്. രാജാവിന്റെ മകൻ എന്ന സിനിമയിൽ മോഹൻലാൽ അനശ്വരമാക്കിയ വിൻസെന്റ് ഗോമസ് മമ്മൂട്ടി ചെയ്യേണ്ട കഥാപാത്രമായിരുന്നു. എന്നാൽ മമ്മൂട്ടി തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്യാൻ പോയ സിനിമ വേണ്ട എന്ന് വെച്ചു. മോഹൻലാൽ അതിൽ അഭിനയിച്ചു. അങ്ങനെ മൂപ്പർ സൂപ്പർ സ്റ്റാറായി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ബാൽക്കണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പി കണ്ണന്താനം 3 പരാജയ ചിത്രങ്ങൾ. 1 MG സോമൻ, മോഹൻലാൽ തുടങ്ങിയവരെ വെച്ച് പാവളം. 2 പ്രേം നസീർ, മധു, ശ്രീവിദ്യ എന്നിവരെ വെച്ച് പാസ്പോർട്ട്. 3 മമ്മൂട്ടിയെ നായകനാക്കി ആ നേരം അല്പദൂരം. മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് തമ്പി കണ്ണന്താനം. അങ്ങനെ ഇനിയൊരു വിജയപടമില്ലെങ്കിൽ സിനിമ ഉപേക്ഷിക്കേണ്ടി വരും എന്ന പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ഈ 3 പടത്തിന് ശേഷം തമ്പി കണ്ണന്താനം എത്തി. അടുത്ത സിനിമ മമ്മൂട്ടിയെ നായകനമാക്കി ഗംഭീര വിജയമുണ്ടാക്കണം എന്ന സ്വപ്നം അയാൾ കണ്ടു. അതിനായി ഒരു നല്ല തിരക്കഥ വേണം. അങ്ങനെയാണ് തമ്പി കണ്ണന്താനം ഒരു തിരക്കഥാകൃത്തിനെ കണ്ടുമുട്ടുന്നത്. ഡെന്നിസ് ജോസഫ്. മലയാള സിനിമയിൽ ഭാവിയുള്ള തിരക്കഥാകൃത്ത്. ഇതുവരെ ചെയ്തത് 4 സിനിമ, 4ലും നായകൻ മമ്മൂട്ടി. ഈറൻ സന്ധ്യ, നിറക്കൂട്ട്, ശ്യാമ, ന്യായവിധി, സൂപ്പർ ഹിറ്റുകളടക്കമുള്ള ചിത്രങ്ങൾ. മലയാളത്തിൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന തിരക്കഥാകൃത്ത്. മമ്മൂട്ടിയുടെ അടുത്ത പടത്തിന് വേണ്ടിയുള്ള ആലോചനകളിലായിരുന്നു ഈ സമയം ഡെന്നിസ് ജോസഫും. അങ്ങനെ തമ്പി കണ്ണന്താനത്തിന് വേണ്ടി തിരക്കഥയൊരുക്കാൻ ഡെന്നിസ് മനസ്സുകൊണ്ട് റെഡിയായി. ഒരു അധോലോക കഥയാണ്, മമ്മൂട്ടിയെ നായകനാക്കണം എന്നായിരുന്നു ഡെന്നിസ് ജോസഫിൻ്റെയും മനസ്സിൽ. അങ്ങനെ മമ്മൂട്ടിയോട് കഥ പറഞ്ഞു. മൂപ്പർക്ക് കഥ ഇഷ്ടമായി. പക്ഷേ എന്നാൽ ആ നേരം അല്പദൂരം കൂടി പരാജയപ്പെട്ടതോടെ തമ്പി കണ്ണന്താനത്തോടൊപ്പം ഉടൻ ഒരു പടം തൽക്കാലം ചെയ്യേണ്ട എന്ന് മമ്മൂട്ടി തീരുമാനിച്ചിരിക്കുകയായിരുന്നു. മമ്മൂട്ടിയുടെ ആ തീരുമാനം അത് തമ്പി കണ്ണന്താനത്തിന് വിഷമമുണ്ടാക്കി, വാശിയായി. അങ്ങനെ ആ കഥയെടുത്ത് മോഹൻലാലിൻ്റെ അടുത്ത് പോയി. അന്നത്തെ കാലം വെച്ച് മമ്മൂട്ടി ഒഴിവാക്കിയ കഥയെടുത്ത് മോഹൻലാലിനെ വെച്ച് സിനിമയാക്കിയാൽ ഒരുവിധം നിർമ്മാതാക്കളൊന്നും അടുക്കില്ല. എന്നാൽ ഇതിൻ്റെ നിർമ്മാതാവ് തമ്പി കണ്ണന്താനം തന്നെ ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പടം ഓണായി. ഡെന്നിസ് ജോസഫിൻ്റെ ആദ്യ മോഹൻലാൽ പടം. മലയാള സിനിമയിൽ മമ്മൂട്ടി കഴിഞ്ഞാൽ അടുത്ത താരം എന്ന നിലയിൽ മോഹൻലാൽ തിരക്കോടെ നിൽക്കുന്ന സമയമാണ്. 10ാം ഉദയമൊക്കെ ഹിറ്റാണ്. കഥ പറയാൻ ഡെന്നിസ് ജോസഫ് പോയി. എന്നാൽ ഡെന്നിസ് ജോസഫിനോട് പറഞ്ഞു, കഥയൊന്നും കേൾക്കണ്ട, നിങ്ങളെ എനിക്കറിയാലോ, അത് മതി. അങ്ങനെ തിരക്കഥാ രചന ആരംഭിച്ചു. ഡെന്നിസിൻ്റെ അടുത്ത സുഹൃത്താണ് മമ്മൂട്ടി. മമ്മൂട്ടിയെ നായകനാക്കി ജോഷിക്ക് വേണ്ടി 1000 കണ്ണുകൾ എന്ന മറ്റൊരു സിനിമയുടെ വർക്കും ഇതേ സമയം ഡെന്നിസ് ജോസഫ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് മമ്മൂട്ടി ഡെന്നിസിൻ്റെ റൂമിലേക്ക് വരും. രാജാവിൻ്റെ മകൻ എഴുതുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഡെന്നിസ് ജോസഫ് എഴുതി വെച്ചതെടുത്ത് മമ്മൂട്ടി വായിക്കും. വിൻസെന്റ് ഗോമസിന്റെ ഡയലോഗുകളൊക്കെ ഗംഭീരമായി പറയും. അത് കേട്ട് ഡെന്നിസ് പറയും, എന്നാൽ പിന്നെ അത് മമ്മൂട്ടിയെ കൊണ്ട് തന്നെ ചെയ്താലോ, നിങ്ങൾ തന്നെ ചെയ്താലോ എന്ന് പറയും. ഇത് പക്ഷേ തമ്പി കണ്ണന്താനത്തോട് പറയുമ്പോൾ ഇനി മമ്മൂട്ടി വേണ്ട എന്ന് പറയും. അങ്ങനെ തമ്പി കണ്ണന്താനത്തിന്റെ കാറ് വരെ വിറ്റ് രാജാവിന്റെ മകൻ പൂർത്തിയാക്കി. ചെറിയ ചെലവിൽ കുറഞ്ഞ ദിവസത്തിൽ ആ പടം തീർത്തു. വിൻസെന്റ് ഗോമസ് ആരാണെന്ന് നിനക്കറിയാമോ? അറിയില്ല. മമ്മൂട്ടിക്ക് വേണ്ടി 1000 കണ്ണുകൾ എഴുതുന്നു എന്ന് പറഞ്ഞല്ലോ, അതൊരു ത്രില്ലറായിരുന്നു. 70ഓളം ദിവസമെടുത്ത് 1000 കണ്ണുകൾ പൂർത്തിയാക്കിയതാണ് ഡെന്നിസ് ജോസഫ്. അതേസമയം 6 ദിവസം കൊണ്ട് രാജാവിൻ്റെ മകനും എഴുതി തീർത്തു. ഒരേ സമയത്തായതുകൊണ്ട് സംവിധായകന് സ്ക്രിപ്റ്റ് ഷൂട്ടിങ്ങും ഒരേ സമയത്താണ്. അപ്പോൾ സ്ക്രിപ്റ്റ് കൊടുത്തു വിട്ടത് മാറിപ്പോയിട്ട് പോലും ഉണ്ടെന്നാണ് ഡെന്നിസ് ജോസഫ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ഒരുപാട് ചെലവിൽ വലിയ ലക്ഷ്യത്തോടെ എടുത്ത സിനിമയാണ് 1000 കണ്ണുകൾ. എന്നാൽ രാജാവിൻ്റെ മകൻ സില്ലിയായി എടുത്ത് എഴുതി തീർത്തു. ചിത്രീകരണവും 2ൻ്റെയും ചിത്രീകരണം അങ്ങനെ തീർന്നു. 1986 ജൂലൈ 16 രാജാവിൻ്റെ മകൻ റിലീസായി. മൈ ഫോൺ നമ്പർ ഈസ് 2255. അതേ വർഷം ഓഗസ്റ്റ് 15 1000 കണ്ണുകളും റിലീസായി. രാജാവിൻ്റെ മകൻ ഗംഭീര അഭിപ്രായവുമായി മുന്നേറി. 1000 കണ്ണുകൾ തൊട്ടു പിന്നാലെ റിലീസാകുമ്പോൾ 1 മാസം മുമ്പ് ഇറങ്ങിയ രാജാവിൻ്റെ മകൻ അപ്പോഴും തിയേറ്ററിലുണ്ട്. 1000 കണ്ണുകൾ പൊളിഞ്ഞ് പാളീസായി. ചിത്രം പെട്ടിമടക്കുമ്പോഴും രാജാവിൻ്റെ മകൻ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി ഓടുകയായിരുന്നു. അങ്ങനെ രാജാവിൻ്റെ മകൻ സൂപ്പർ ഹിറ്റ്. 1000 കണ്ണുകൾ 8 നിലയിൽ പൊട്ടി. ആ ചിത്രത്തോടെ മോഹൻലാൽ സൂപ്പർ സ്റ്റാറായി. മോഹൻലാൽ മമ്മൂട്ടിക്കൊപ്പം എത്തി. 1000 കണ്ണുകൾ പൊട്ടിയെങ്കിലും മമ്മൂട്ടിക്ക് സമാന്തരമായി വൻ വിജയങ്ങൾ വേറെ ഉണ്ടായിരുന്നു. ഇന്നും രണ്ടുപേരും മലയാള സിനിമയുടെ തലയെടുപ്പുകളായി നിൽക്കുമ്പോൾ ആ 2 സിനിമകളുടെ ഉയരങ്ങളിലേക്കുള്ള അവരുടെ യാത്രയിലെ ഉയർച്ച താഴ്ചകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് 2026. 1000 കണ്ണുകളും രാജാവിൻ്റെ മകനും ഇറങ്ങി 40 വർഷം തികയുന്നു. ഇന്നിപ്പോൾ 1000 കണ്ണുകൾ അധികമാരും ഓർക്കുന്നില്ല. യൂട്യൂബിൽ ഇപ്പോൾ കാണുമ്പോൾ ഇത് കൊള്ളാലോ എന്ന് തോന്നിപ്പിക്കും. പക്ഷേ അന്ന് തിയേറ്ററിൽ ജനം കൈവിട്ട സിനിമയാണ്. ഇന്ന് പക്ഷേ രാജാവിൻ്റെ മകൻ ഇന്നും ആവേശമായി നിലകൊള്ളുന്നു. ഐ ആം എ പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ്, അധോലോകങ്ങളുടെ രാജകുമാരൻ. സിനിമ ഒരു അത്ഭുത ലോകമാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ ആയിരിക്കും. അത്ഭുത ലോകത്തെ മറ്റൊരു കഥയുമായി ബാൽക്കണിയുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.